ഡൽഹി ഡെയർഡെവിൾസ് ആയിരുന്ന കാലം മുതൽ വീരേന്ദ്ര സെവാഗും എ ബി ഡിവിലിയേഴ്സും ഗ്ലെൻ മക്ഗ്രാത്തും അടക്കം നിരവധി ഇതിഹാസങ്ങളുടെ കളിത്തട്ട്. പക്ഷേ കിരീടം അത് ഡൽഹിക്ക് വിധിച്ചതല്ല. ശ്രേയസ് അയ്യരും ഋഷഭ് പന്തും അടക്കമുള്ള യുവതാരങ്ങളെ ക്യാപ്റ്റന്മാരാക്കി പരീക്ഷിച്ചിട്ടും കിട്ടാത്ത കിരീടം തേടി കഴിഞ്ഞ തവണ ഇറങ്ങിയത് അക്ഷർ പട്ടേലിന് കീഴിൽ. തുടക്കം മിന്നിച്ചെങ്കിലും 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനായിരുന്നു വിധി. ഇത്തവണ ടീം ഉടച്ചുവാർക്കാൻ തന്നെയാണ് ഡൽഹിയുടെ തീരുമാനം. മിനി താരലേലത്തിന് മുന്നേ ട്രേഡിംഗിലൂടെ ഡോണോവൻ പെരേരയെ ഒഴിവാക്കി നിതീഷ് റാണയെ ടീമിലെത്തിച്ചു. 16 താരങ്ങളെയാണ് ടീം നിലനിർത്തിയത്. ഒഴിവാക്കിയവരിൽ പ്രമുഖരുടെ നിരയുണ്ട്. പരിചയസമ്പന്നനായ ഫാഫ് ഡു പ്ലസി, യുവതാരം ജെയ്ക് ഫ്രേസർ, വിലക്ക് നേരിട്ട ഹാരി ബ്രൂക്ക്, മോഹിത് ശർമ്മ. പേഴ്സിൽ 21,80 ലക്ഷം രൂപയുള്ളതിനാൽ താരലേലത്തിൽ മിന്നും താരങ്ങളെ തേടി ഡൽഹി ഇറങ്ങും. കഴിഞ്ഞ തവണ ഡൽഹി ക്യാപിറ്റൽസിന്റെ തേരോട്ടത്തോടെയായിരുന്നു IPLന്റെ ആദ്യ പാദം. ആദ്യ 7 മത്സരത്തിൽ 5ലും ജയം. എന്നാൽ 2ാം പാദത്തിൽ ജയിച്ചത് 7ൽ വെറും 2 മത്സരങ്ങളിൽ. സ്ഥിരതയില്ലെന്ന പരാതിക്ക് ഒരു മാറ്റവുമില്ല. ഇത്തവണയും ടീമിന്റെ നെടുന്തൂണായ താരങ്ങളെ നിലനിർത്തിയാണ് ടീമിന്റെ പടയൊരുക്കം. ക്യാപ്റ്റനും ഓൾറൗണ്ടറുമായ അക്ഷർ പട്ടേൽ, KL രാഹുൽ, കരുൺ നായർ, വിക്കറ്റ് കീപ്പർ ബാറ്റർ അഭിഷേക് പൊറേൽ, ക്രിസ്റ്റാൻ സ്റ്റെപ്പ്, ഒപ്പം പേസർമാരായി മിച്ചൽ സ്റ്റാർക്കും നടരാജനും ദുഷ്മന്ത ചമീരയും മുകേഷ് കുമാറും. ഇന്ത്യയുടെ ചൈനാമാൻ സ്പിന്നർ കുൽദീപ് യാദവ്. കഴിഞ്ഞ സീസണിൽ വാലറ്റത്ത് വെടിക്കെട്ടുമായി തിളങ്ങിയ അശുതോഷ് ശർമ്മയും വിപ്രാജ് നിഗവും. ഒരു ടീമിന് വേണ്ടതെല്ലാം ഇപ്പോൾ തന്നെയുണ്ട് ഡൽഹിക്ക്. കയ്യിലുള്ള 17 താരങ്ങളിൽ 3 പേർ മാത്രമാണ് വിദേശികൾ. അതുകൊണ്ട് തന്നെ മികച്ച വിദേശ താരങ്ങൾക്കായി പണമൊഴുക്കാനാകും ലേലത്തിൽ ഡൽഹിയുടെ ശ്രമം. ചില അപ്രതീക്ഷിത വെടിക്കെട്ട് ബാറ്റർമാർ കൂടി എത്തിയാൽ ഡൽഹി നിരയെ ഇത്തവണ കരുതിയിരിക്കണം എതിരാളികൾ.